ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. ഇന്ന് നമ്മൾ നോക്കുന്നത് 5th സ്റ്റാൻഡേർഡ് 2019-2020 നടന്ന സാമൂഹ്യശാസ്ത്രം സെക്കൻഡ് ടൈം എക്സാമിൻ്റെ ക്വസ്റ്റ്യൻ പേപ്പറാണ്. നമുക്ക് ഓരോരോ പ്രവർത്തനങ്ങളായി നോക്കിയാലോ. ഫസ്റ്റ് ആക്ടിവിറ്റി എന്താണ്? സ്വയം കറങ്ങുന്നതോടൊപ്പം സൂര്യനെ വലം വയ്ക്കുകയും ചെയ്യുന്ന ആകാശഗോളങ്ങളാണ് ഗ്രഹങ്ങൾ. ചില ഗ്രഹങ്ങളുടെ സവിശേഷതകളാണ് ചുവടെ നൽകിയിരിക്കുന്നത്. ഗ്രഹം ഏതെന്ന് കണ്ടെത്തി സവിശേഷതകളെ പട്ടികപ്പെടുത്തു എന്നാണ് പറഞ്ഞിട്ടുള്ളത് അല്ലേ. ഏറ്റവും വലിയ ഗ്രഹം നമുക്ക് മനസ്സിലായില്ലേ കൂട്ടുകാരെ, ഏതാണ്? അതേ, വ്യാഴമാണ്. ദെൻ വലയങ്ങളുള്ള ഗ്രഹം ഏതാണ്? ശനിയാണല്ലേ. ദെൻ ഏറ്റവും തിളക്കമുള്ള ഗ്രഹം അതെ ശുക്രനാണ്. ദെൻ ഉപഗ്രഹങ്ങളില്ലാത്ത ഗ്രഹം ഏതാണ്? അതെ, ശുക്രൻ തന്നെയാണല്ലേ. ദെൻ നഗ്നനേത്രങ്ങൾ കൊണ്ട് കാണാവുന്ന ഏറ്റവും അകലെയുള്ള ഗ്രഹം ഏതാണ്? അത് ശനിയാണ്. ദെൻ 12 വർഷം കൊണ്ട് സൂര്യനെ വലം വയ്ക്കുന്ന ഗ്രഹം വ്യാഴമാണല്ലേ. നമുക്കപ്പോൾ ഗ്രഹങ്ങൾ ഏതാണെന്ന് മനസ്സിലായല്ലോ. ഇനി നമുക്ക് ഓരോരോ ഗ്രഹങ്ങൾ എടുത്ത് എഴുതി അവയുടെ സവിശേഷതകളും എഴുതിയാലോ. ഓക്കെ, ഫസ്റ്റ് നമുക്ക് എഴുതാം ശുക്രൻ. സവിശേഷതകൾ എന്തൊക്കെയാണ്? അത് നമ്മൾ പറഞ്ഞില്ലേ, എന്തൊക്കെയായിരുന്നു? യെസ്, ഉപഗ്രഹങ്ങളില്ലാത്ത ഗ്രഹം. ദെൻ ഏറ്റവും തിളക്കമുള്ള ഗ്രഹം. ദെൻ വ്യാഴം, യെസ്, ഏറ്റവും വലിയ ഗ്രഹം. ദെൻ 12 വർഷം കൊണ്ട് സൂര്യനെ വലം വയ്ക്കുന്ന ഗ്രഹം. ദെൻ ശനി എന്തൊക്കെയാണ്? യെസ്, വലയങ്ങളുള്ള ഗ്രഹം. ദെൻ നെക്സ്റ്റ് പോയിന്റ് എന്തായിരുന്നു? യെസ്, നഗ്നനേത്രങ്ങൾ കൊണ്ട് കാണാവുന്ന ഏറ്റവും അകലെയുള്ള ഗ്രഹം. ഓക്കെ, ദെൻ പ്രവർത്തനം 2 നോക്കിയാലോ. ജനങ്ങളിൽ ഐക്യവും സഹിഷ്ണുതയും വളർത്തി രാജ്യത്ത് സമാധാനം നിലനിർത്തുക എന്ന ലക്ഷ്യത്തോടെ അശോകൻ സ്വീകരിച്ച നയമാണ് ധർമ്മം. ധർമ്മം എന്ന നയത്തിൻ്റെ ആശയങ്ങൾ എന്തെല്ലാം? ഏതെങ്കിലും 4 നമ്മളോട് എഴുതാനാണ് പറഞ്ഞിട്ടുള്ളത്. നമുക്ക് എന്തൊക്കെ എഴുതാം? യെസ്, മാതാപിതാക്കളെ അനുസരിക്കുക. ഞാൻ എന്തെഴുതാം? ഗുരുക്കന്മാരെ ആദരിക്കുക. അതുപോലെ മൃഗബലി ഒഴിവാക്കുക. ദെൻ സഹജീവികളോട് കരുണ കാണിക്കുക. ഏതൊക്കെയാണ് കൂട്ടുകാരെ? മാതാപിതാക്കളെ അനുസരിക്കുക, ഗുരുക്കന്മാരെ ആദരിക്കുക, മൃഗബലി ഒഴിവാക്കുക, സഹജീവികളോട് കരുണ കാണിക്കുക. ദെൻ ബി ക്വസ്റ്റ്യൻ എന്താണ്? ഏതു മതമാണ് ധർമ്മം പ്രചരിപ്പിക്കാൻ അശോകനെ പ്രേരിപ്പിച്ചത്? ഏത് മതമാണ്? അതെ, ബുദ്ധമതമാണല്ലേ. ആൻസർ എന്താണ്? ബുദ്ധമതം. ഓക്കെ, ദെൻ പ്രവർത്തനം 3 നോക്കാം. ഗംഗാ നദിയുടെ ചുറ്റുമുള്ള പ്രദേശമാണ് ഗംഗാ സമതലം. ഗംഗാ സമതലത്തിലൂടെ ഒരു യാത്ര ചെയ്യുകയാണെങ്കിൽ സഞ്ചരിക്കാനിടയുള്ള സംസ്ഥാനങ്ങൾ ഏതെല്ലാമാണ്? യെസ്, ഉത്തർപ്രദേശ്, ദെൻ ബീഹാർ, പശ്ചിമ ബംഗാൾ. ഏതൊക്കെയാണ് കൂട്ടുകാരെ? ഉത്തർപ്രദേശ്, ബീഹാർ, പശ്ചിമ ബംഗാൾ. ദെൻ ബി ക്വസ്റ്റ്യൻ നോക്കാം. പ്രാചീന കാലം മുതൽ ഗംഗാ സമതലം ജനവാസ കേന്ദ്രമാണ്. കൃഷിക്ക് അനുയോജ്യമായ സാഹചര്യങ്ങളാണ് ഇതിനിടയാക്കിയ ഒരു വസ്തുത. എന്തെല്ലാമാണ് ഇവിടുത്തെ കൃഷിക്ക് അനുയോജ്യമായ സാഹചര്യങ്ങൾ? എന്തൊക്കെയാണ്? യെസ്, ഫലഭൂയിഷ്ഠമായ എക്കൽ മണ്ണ്, അതുപോലെ തന്നെ സമൃദ്ധമായ മഴ, അതുപോലെ വൻതോതിൽ ഇരുമ്പ് നിക്ഷേപം. എന്തൊക്കെയാണ്? ഫലഭൂയിഷ്ഠമായ എക്കൽ മണ്ണ്, സമൃദ്ധമായ മഴ, വൻതോതിൽ ഇരുമ്പ് നിക്ഷേപം. 4ാമത്തെ പ്രവർത്തനം നോക്കിയാലോ. എന്താണ്? സൗരയൂഥത്തിലെ അംഗമായ ഗ്രഹങ്ങളെക്കുറിച്ച് പഠിച്ചുവല്ലോ. താമസിക്കുന്ന ഭൂമിയും ഒരു ഗ്രഹമാണ്. ഒരു ആകാശഗോളത്തെ ഗ്രഹമായി പരിഗണിക്കുന്നതിന് അന്താരാഷ്ട്ര ജ്യോതിശാസ്ത്ര യൂണിയൻ IAU അംഗീകരിച്ചിട്ടുള്ള ഗ്രഹനിയമങ്ങൾ ഏതെല്ലാമാണ്? യെസ്, ഒരു ആകാശഗോളത്തെ ഗ്രഹമായി പരിഗണിക്കണമെങ്കിൽ AIAU ഗ്രഹനിയമങ്ങൾ അംഗീകരിച്ചിട്ടുണ്ട്. എന്തൊക്കെയാണ്? നമുക്ക് ഓരോന്നായിട്ട് എഴുതാം. ഗോളാകൃതി ഉണ്ടാകണം. ദെൻ എന്താണ്? സൂര്യനെ വലം വയ്ക്കണം. ദെൻ അവയ്ക്ക് തനതായതും തടസ്സങ്ങളില്ലാത്തതുമായ ഒരു ഭ്രമണപഥം വേണം. എന്തൊക്കെയാണ്? ഗോളാകൃതി ഉണ്ടാകണം, സൂര്യനെ വലം വയ്ക്കണം, അവയ്ക്ക് തനതായതും തടസ്സങ്ങളില്ലാത്തതുമായ ഒരു ഭ്രമണപഥം വേണം. ഓക്കെ, ദെൻ ബി ക്വസ്റ്റ്യൻ എന്താണ്? ഗ്രഹനിയമങ്ങൾ പാലിക്കാത്ത ആകാശഗോളങ്ങൾ ഏതു പേരിൽ അറിയപ്പെടുന്നു? എന്താണ്? ഗ്രഹനിയമങ്ങൾ പാലിക്കാത്ത ആകാശഗോളങ്ങൾ ഏതു പേരിൽ അറിയപ്പെടുന്നു? ഏതു പേരിലാണ്? അതെ, കുള്ളൻ ഗ്രഹങ്ങളാണല്ലേ. ആൻസർ എന്താണ്? കുള്ളൻ ഗ്രഹങ്ങൾ. ദെൻ സി ക്വസ്റ്റ്യൻ എന്താണ്? ഭൂമിയോട് ഏറ്റവും അടുത്ത് സ്ഥിതി ചെയ്യുന്ന നക്ഷത്രം ഏതാണ്? ഭൂമിയോട് ഏറ്റവും അടുത്ത് സ്ഥിതി ചെയ്യുന്ന നക്ഷത്രം ഏതാണ്? അതെ, സൂര്യനാണല്ലേ. ആൻസർ എന്താണ്? സൂര്യൻ.
പ്രവർത്തനം 5. ഭൂമിയുടെ ഉപരിതലത്തിൻ്റെ 2/3 ജലമാണ്. ക്വസ്റ്റ്യൻ നോക്കൂ. അറ്റ്ലാന്റിക് സമുദ്രവുമായി അതിർത്തി പങ്കിടുന്ന വൻകരകൾ ഏതെല്ലാം എന്നാണ് ചോദിച്ചിട്ടുള്ളത്. ഏതെല്ലാമാണ്? അതെ, വടക്കേ അമേരിക്ക, ദെൻ തെക്കേ അമേരിക്ക, യൂറോപ്പ്, ആഫ്രിക്ക. ഏതൊക്കെയാണ്? വടക്കേ അമേരിക്ക, തെക്കേ അമേരിക്ക, യൂറോപ്പ്, ആഫ്രിക്ക. ദെൻ ബി ക്വസ്റ്റ്യൻ നോക്കാം. സമുദ്രങ്ങൾ മനുഷ്യർക്ക് പ്രത്യക്ഷമായും പരോക്ഷമായും പ്രയോജനപ്രദമാണ്. സമുദ്രങ്ങൾ കൊണ്ടുള്ള പ്രയോജനങ്ങൾ എന്തല്ല? കുറഞ്ഞത് 3 എഴുതണമല്ലേ? നമുക്ക് എന്തൊക്കെ എഴുതാം? മത്സ്യസമ്പത്ത്, ധാതു നിക്ഷേപങ്ങൾ, ഗതാഗതം, വിനോദം തുടങ്ങി വിവിധ തരത്തിൽ പ്രത്യക്ഷമായും പരോക്ഷമായും നാം സമുദ്രങ്ങളെ പ്രയോജനപ്പെടുത്തുന്നുണ്ട്. ഭൂമി എല്ലാ ജീവജാലങ്ങൾക്കും അവകാശപ്പെട്ടതാണ്. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. പ്രവർത്തനം 6. പ്രാചീന തമിഴകം 5 ഭൂവിഭാഗങ്ങളായി അറിയപ്പെട്ടിരുന്നു. ഇവ തിണകൾ എന്ന് വിളിക്കപ്പെട്ടു. എന്താണ്? പ്രാചീന തമിഴകം 5 ഭൂവിഭാഗങ്ങളായി അറിയപ്പെട്ടിരുന്നു. ഇവ തിണകൾ എന്ന് വിളിക്കപ്പെട്ടു. ക്വസ്റ്റ്യൻ എന്താണ്? കേരളത്തിലെ പാലക്കാട് ജില്ലയ്ക്ക് ആ പേര് ലഭിച്ചത് ഏത് തിണയുമായി ബന്ധപ്പെട്ടാണ്? ഏത് തിണയുമായിട്ടാണ്? അതെ, കുറിഞ്ചിയാണല്ലേ. ആൻസർ എന്താണ്? കുറിഞ്ചി. ദെൻ ബി ക്വസ്റ്റ്യൻ. കുറിഞ്ചി പ്രദേശങ്ങളിൽ ധാരാളമായി കൃഷി ചെയ്യുന്ന വിള ഏതെന്നാണ്? കുറിഞ്ചി പ്രദേശങ്ങളിൽ ധാരാളമായി കൃഷി ചെയ്തിരുന്ന വിള ഏതാണ്? അതെ, കുരുമുളകാണല്ലേ. ആൻസർ എന്താണ്? കുരുമുളക്. ദെൻ സി ക്വസ്റ്റ്യൻ എന്താണ്? സംഘകാല കൃതികളിൽ നിന്നാണ് തിണകളെക്കുറിച്ചുള്ള വിവരങ്ങൾ ലഭിച്ചിട്ടുള്ളത്. തിണകളെക്കുറിച്ച് സംഘകാല കൃതികളിൽ നിന്ന് എന്തെല്ലാം വിവരങ്ങളാണ് ലഭിച്ചിട്ടുള്ളത്? കുറഞ്ഞത് 3 എഴുതണമല്ലേ? നമുക്ക് ഓരോന്നായി എഴുതാം. എന്തൊക്കെയാണ്? തിണകളിലെ ഉൽപ്പന്നങ്ങൾ കൈമാറ്റം ചെയ്തിരുന്നു. അതുപോലെ കുരുമുളക് വ്യാപാരം വൻതോതിൽ ഉണ്ടായിരുന്നു. ദെൻ നെക്സ്റ്റ് പോയിന്റ് എഴുതാം. പ്രതിഫലമായി ധാരാളം സ്വർണം ലഭിച്ചിരുന്നു. ദെൻ കടൽ വഴി വരുന്നവരുമായി വ്യാപാര ബന്ധങ്ങൾ ഉണ്ടായിരുന്നു. ദെൻ കുരുമുളകിന് പുറമെ മറ്റു സാധനങ്ങൾ തേടിയും ആവശ്യക്കാർ എത്തിയിരുന്നു. എന്തൊക്കെയാണ്? തിണകളിലെ ഉൽപ്പന്നങ്ങൾ കൈമാറ്റം ചെയ്തിരുന്നു. കുരുമുളക് വ്യാപാരം വൻതോതിലുണ്ടായിരുന്നു. പ്രതിഫലമായി ധാരാളം സ്വർണം ലഭിച്ചിരുന്നു. കടൽ വഴി വരുന്നവരുമായി വ്യാപാര ബന്ധങ്ങളുണ്ടായിരുന്നു. കുരുമുളകിന് പുറമെ മറ്റു സാധനങ്ങൾ തേടിയും ആവശ്യക്കാർ എത്തിയിരുന്നു. നമുക്ക് പ്രവർത്തനം 7 നോക്കിയാലോ? അടുത്ത പ്രവർത്തനം നോക്കൂ. സൗരയൂഥത്തിൽ ജീവൻ നിലനിൽക്കുന്ന ഏക ഗ്രഹമാണ് ഏതാണ്? യെസ്, ഭൂമിയല്ലേ. ഓക്കെ, ക്വസ്റ്റ്യൻ എന്താണ്? ഭൂമിയിൽ ജീവൻ നിലനിൽക്കുന്നതിന് അനുകൂലമായ ഘടകങ്ങളേവ? എന്തൊക്കെയാണ് കൂട്ടുകാരെ? അതെ, വായു, വെള്ളം, മണ്ണ്. ദെൻ ബി ക്വസ്റ്റ്യൻ എന്താണ്? ബഹിരാകാശത്ത് നോക്കുമ്പോൾ ഭൂമി ഏത് നിറത്തിൽ കാണപ്പെടുന്നു? അതിനുള്ള കാരണമെന്ത്? ഭൂമി ഏത് നിറത്തിലാണ്? ഇളം നീല നിറത്തിലാണല്ലേ കാണപ്പെടുന്നത്. കാരണം എന്താണ്? ഭൂമിയുടെ ഉപരിതലത്തിൻ്റെ 2/3 ജലമായതിനാൽ ബഹിരാകാശത്ത് നിന്ന് നോക്കുമ്പോൾ ഇളം നീല നിറത്തിലാണ് ഭൂമി കാണപ്പെടുന്നത്. ഓക്കെ, പ്രവർത്തനം 8 നോക്കിയാലോ നമുക്ക്. 8ാമത്തെ പ്രവർത്തനം എന്താണ്? വിശാലമായ സമുദ്രങ്ങൾക്കിടയിൽ കാണപ്പെടുന്ന കരഭാഗങ്ങളാണ് വൻകരകൾ. തന്നിട്ടുള്ള രൂപരേഖയിൽ താഴെ കൊടുത്ത സൂചനകളുടെ അടിസ്ഥാനത്തിൽ വൻകരകളെ അടയാളപ്പെടുത്തുക. എന്താണ് നൽകിയിട്ടുള്ളത്? എവറസ്റ്റ് കൊടുമുടി സ്ഥിതി ചെയ്യുന്ന വൻകര. എവറസ്റ്റ് കൊടുമുടി സ്ഥിതി ചെയ്യുന്ന വൻകര ഏതാണ്? അതെ, ഏഷ്യയാണല്ലേ. ദെൻ ഏറ്റവും കൂടുതൽ മരുഭൂമികളുള്ള വൻകര. ഏറ്റവും കൂടുതൽ മരുഭൂമികളുള്ള വൻകര ഏതാണ്? യെസ്, ആഫ്രിക്ക. ദെൻ എസ്കിമോകൾ വസിക്കുന്ന വൻകര. എസ്കിമോകൾ വസിക്കുന്ന വൻകര ഏതാണ്? വടക്കേ അമേരിക്ക. ദെൻ ഡി എന്താണ്? കങ്കാരുകൾ കാണപ്പെടുന്ന വൻകര ഏതാണ്? ആസ്ട്രേലിയ അല്ലേ. ദെൻ സ്ഥിരമായി മനുഷ്യവാസമില്ലാത്ത വൻകര അന്റാർട്ടിക്ക. ഇനി നമുക്ക് എന്ത് ചെയ്യാം? ഓരോന്നായി ഓരോ വൻകരകളായി തന്നിട്ടുള്ള ഈ ഭൂപടത്തിൽ അടയാളപ്പെടുത്താം. അപ്പോൾ എന്താണ് കൂട്ടുകാർ? ഇതുപോലെ എന്ത് ചെയ്യുക? ഓരോ വൻകരകളും അടയാളപ്പെടുത്തി എഴുതുക. ഓക്കെ, അങ്ങനെ കൂട്ടുകാരെ ഈ ക്വസ്റ്റ്യൻ പേപ്പറിൽ എല്ലാ ക്വസ്റ്റ്യൻസും നമ്മൾ ഡിസ്കസ് ചെയ്ത് കഴിഞ്ഞു. നിങ്ങൾക്ക് വീഡിയോ യൂസ്ഫുള്ളായി തോന്നുകയാണെങ്കിൽ തീർച്ചയായും ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. ഇതുവരെ ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കൂട്ടുകാരുണ്ടെങ്കിൽ തീർച്ചയായും സബ്സ്ക്രൈബ് ചെയ്യുക.
ഓക്കെ, നമുക്ക് മറ്റൊരു വീഡിയോയുമായി വീണ്ടും കണ്ടുമുട്ടാം. ഓക്കെ, ബായ്.